കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ശുദ്ധി ചടങ്ങുകളും അതേപോലെ പുണ്യാഹമൊക്കെ ആയ കാരണം ഒരുപാട് സമയം വൈകിട്ടാണ് ഉച്ചപൂജ നട തുറന്നത്. അപ്പോൾ നമുക്ക് ഗുരുവായൂരപ്പനെ കാണാനായിട്ട് പോവാം. ആ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഏത് രൂപത്തിലാണ് ഭഗവാൻ കാത്തു നിൽക്കണതെന്ന് അറിയണ്ടേ? നമുക്ക് പോയി നോക്കാം. ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിൻ്റെ അവിടെ വന്ന് മഞ്ജുളാലിനെ ഒന്ന് പ്രദർശനം ചെയ്യാം. മഞ്ജുള വാരസ്യാരെയൊക്കെ ഒന്ന് സ്മരിച്ച് അങ്ങനെ നമ്മൾ പോരാം. അങ്ങനെ വന്ന് അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ വന്ന് ഗണപതിയെ തൊഴുത് വിഘ്നേശ്വരനെ തൊഴുത് സർവ്വവിഘ്നങ്ങളും അകറ്റിത്തരാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അതിനുശേഷം നമ്മൾ നേരെ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് വരികയാണ്. അപ്പോൾ നമുക്ക് കാണാം കൊടിമരത്തിൻ്റെ അലങ്കാരം. അതേപോലെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകൾ, വലിയ ബലിക്കല്ല്, അതിന് നടുക്കുള്ള മഹാലക്ഷ്മി ദേവി ഒക്കെ കണ്ടിങ്ങനെ തൊഴുത് നമ്മൾ നേരെ ഭഗവാന്റെ ശ്രീലകത്തേക്ക് ആ വാതിൽപ്പടിയിൽ നിന്ന് ഭഗവാന്റെ നാലമ്പലത്തിൻ്റെ അവിടേക്ക് ഇങ്ങനെ കയറുകയാണ്. വാതിൽപ്പടി കയറുമ്പോൾ ഇടത് ഭാഗത്തുള്ള മേൽപ്പത്തൂരിൻ്റെ പീഠവും കെടാവിളക്കും കാണാം. വലത് ഭാഗത്ത് ആദ്യത്തെ തൂണ് നോക്കിയിട്ട് നരസിംഹാവതാരത്തെ ഒന്ന് തൊഴാം. പിന്നീട് ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കാം. ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ആകെ ഇങ്ങനെ എന്താ പറയുക, പൊന്നിൽ കുളിച്ച് നിൽക്കുക എന്ന് പറഞ്ഞ പോലെ നന്നായിട്ടുള്ള കാഴ്ചയാണ്. വളരെ പ്രകാശം. അതേപോലെ കളഭം കൊണ്ട് മൊത്തം പാമ്പിനെയാണ് ആദ്യം കാണുന്നത്. പാമ്പിൻ്റെ തലയിൽ ഇങ്ങനെ നൃത്തം ചെയ്യുകയാണ് ചവിട്ടിയിട്ട്. വലത്തെ കാലിങ്ങനെ പൊക്കി അമർത്തി ചവിട്ടി ഇടത്തെ കാല് പൊക്കി അങ്ങനെ നൃത്തം ചെയ്യുന്ന പൊന്നുണ്ണിക്കണ്ണനാണ്. കാളിയമർദ്ദന രൂപിയാണ്. അപ്പോൾ കൈവളകൾ കാണാനുണ്ട്, തോൾവളകൾ കാണാനുണ്ട്, കാൽത്തളകൾ കാണാനുണ്ട്. അതേപോലെ കഴുത്തിലൊരു പതക്കം പോലത്തെ മാല, ഒരു വളയം പോലത്തെ മാല, ഗോപീതിലകം, അതേപോലെ മുഖത്ത് ഗോപീതിലകം വെച്ചിട്ടുണ്ട്, നെറ്റിയിൽ, തിരുനെറ്റിയിൽ. പിന്നെ നമുക്ക് കാണാനുള്ളത് ഗുരുവായൂരപ്പൻ്റെ ഒരു കാഴ്ച. അങ്ങനെ ഇന്നലെ അതിലേറെ വളരെ വ്യത്യസ്തമായ കാഴ്ചയില്ലായിരുന്നു. ശിവേലിക്ക് ഗുരുവായൂരപ്പൻ വരുന്ന ആ ഒരു കാഴ്ചയായിരുന്നു ഉണ്ണിക്കണ്ണൻ ഗുരുവായൂരപ്പൻ്റെ രൂപം എടുത്തിട്ടേ. ഇന്നിപ്പോൾ അതിന് വ്യത്യസ്തമായിട്ട് കാളിയമർദ്ദന രൂപമാണ്. അത് അതിമനോഹരമായിട്ട് ചാർത്തിയിട്ടുണ്ട്. അതേപോലെ ആ വെളുത്ത മാല വെച്ചിട്ടുണ്ട്, തിരുമുടി മാലകളുണ്ട് 2 വെളുത്ത പൂവും തുളസിയായിട്ടുള്ളത്. അതേപോലെ ഉണ്ടമാലയും വെളുത്ത പൂവും തുളസിയായിട്ടുള്ളതാണ്. ആ വെള്ളപ്പൂവിനാണെന്ന് കൂടുതൽ പ്രാധാന്യം. അതേപോലെ ഇടത്തെ കൈ കൊണ്ട് കാളിയമ്പാമ്പിൻ്റെ വാലും വലത്തെ കൈയിലൊരു പൊന്നോടക്കുഴലും പിടിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ആ ഒരു കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ എല്ലാവരും ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് തൊഴുതോളൂ, പ്രാർത്ഥിച്ചോളൂ. ഇപ്പോൾ നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് സോപാനപ്പടിയിൽ നിന്ന് തൊഴുകയാണെന്ന് ഇങ്ങനെ മനസ്സുകൊണ്ട് വിചാരിച്ച് മനസ്സുകൊണ്ട് ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കുക. അപ്പോൾ എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. അങ്ങനെ നമ്മൾ തൊഴുതിറങ്ങി നേരെ അഗ്നികോണിലുള്ള ബലിക്കല്ല് നോക്കിയിട്ടും അതേപോലെ തിടപ്പള്ളി നോക്കിയിട്ടൊക്കെ തൊഴുത് ചുവരിൻ്റെ മുകളിലുള്ള ആലിലക്കണ്ണനെയും കണ്ട് തൊഴാം. പിന്നെ സപ്തമാതാക്കളെ കണ്ട് തൊഴുത് ഗണേശൻ്റെ അടുത്തേക്ക് വരിക. ഗണേശൻ്റെ അടുത്ത് വരുമ്പോൾ കാണാനുള്ളത് കിരീടം വെച്ചിട്ടുണ്ട്. അതേപോലെ ചന്ദനമൊന്നും ഇല്ല കേട്ടോ, കിരീടം മാത്രമേ വെച്ചിട്ടുള്ളൂ. പിന്നെ വലിയൊരു കാശിമാല ചാർത്തിയിട്ടുണ്ട്. ഒരു ചുവന്ന പട്ടിങ്ങനെ താഴത്തുണ്ട്, അത്രയേ ഉള്ളൂ. ചന്ദന കളഭച്ചാർത്തൊന്നും ആയിട്ടില്ല. പിന്നെ ധാരാളം പൂക്കളുണ്ട്, അർച്ചനപ്പൂക്കൾ. അപ്പോൾ ഗണേശനെ പ്രാർത്ഥിക്കാം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറയിലേക്ക് നോക്കുക. ഫോട്ടോ കാണാം. അതിൻ്റെ മുകളിലൊരു വെളുത്ത പൂവിൻ്റെ മാലയുണ്ട്. സരസ്വതി ദേവിയെ പ്രാർത്ഥിക്കാം. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ അവിടെ തൊഴുത് ആ കോർണറിലെത്തിയ ചെറിയ ഗണേശനെ ഒന്ന് തൊട്ട് തലോടാം. ഒരു തുളസിമാല ചാർത്തിയിട്ടുണ്ട്. അതേപോലെ മത്സ്യത്തിനുമുണ്ട് ചെറിയൊരു തുളസിമാല. പിന്നെ കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴുത് മേൽശാന്തിയിൽ അവിടെ നിന്ന് അർച്ചന പ്രസാദം വാങ്ങാം. മേൽശാന്തി തന്നെയാണ്. ഇന്നത്തെ കളഭാലങ്കാരം ഉച്ചപൂജയൊക്കെ മേൽശാന്തി തന്നെയാണ് ചെയ്തിരിക്കുന്നത്.
മൂർത്തിയടുത്തുമന സുധാകരൻ നമ്പൂതിരിപ്പാടാണ്. അദ്ദേഹം അവിടെ ഇരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്തുനിന്ന് കളഭവും അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. പിന്നീട് വാമനരൂപവും ഗജേന്ദ്രമോക്ഷമൊക്കെ കണ്ട് ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയും കണ്ട് അനന്തശായിയായ അനന്തപത്മനാഭനെ കാണാം. അനന്തപത്മനാഭനും വലിയ മാലകളാണ്. വലിയ ചുവന്ന മാല ഉണ്ട് നാൻമുഖന്. അതേപോലെ മഹാവിഷ്ണുവിനും ഉണ്ട് മാലകൾ ചാർത്തിയിട്ടുണ്ട്. നല്ല കാഴ്ചയുണ്ട്, നല്ല രസമായിട്ടുണ്ട്. അപ്പോൾ അവിടെ തൊഴുത കാൽപാദത്തിൻ്റെ അവിടെ ഒന്ന് തൊഴുത് പിന്നെ നമ്മൾ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് നേരെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ നരസിംഹരൂപം കാണാം, ഉഗ്ര നരസിംഹം. അത് കണ്ടു തൊഴാം. പിന്നീട് അങ്ങനെ വന്ന് ദശാവതാരത്തിലെ വിഗ്രഹങ്ങളൊക്കെ കണ്ടു തൊഴാം. ശ്രീരാമചന്ദ്രനും ബലരാമനും ഭാർഗവരാമനും ഒക്കെ കണ്ട് തൊഴുത് ശ്രീകൃഷ്ണൻ്റെ അടുത്ത് വരുമ്പോൾ ഒരു തുളസിമാല ഉണ്ട്. പിന്നെ മുരുകനെ കാണാം. മുരുകൻ്റെ അടുത്ത് വരുമ്പോൾ കുറച്ച് ഭസ്മം ചെയ്ത് തന്നെയുള്ളൂ. ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരുമ്പോൾ തീരെ ഒന്നുമില്ല കേട്ടോ, മാലയൊന്നുമില്ല. കുറച്ചൊരു നുള്ളു കുങ്കുമമുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക. ഇപ്പോൾ ഭക്തരൊന്നും അങ്ങനെ മാലയൊന്നും കൊടുന്ന് ചാർത്തണില്ല എന്ന് തോന്നുന്നത്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കാണാനില്ല. അപ്പോൾ നമുക്ക് ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കാം. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അത് കഴിഞ്ഞ് ആ രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദന രൂപവും വെണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴുത് ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. അതിന് തൊട്ടപ്പുറത്ത് താമരക്കണ്ണനെ, കൽപ്പവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ട് തൊഴുത് അവിടെ നിന്ന് നേരെ കിഴക്ക് വശത്തേക്ക് മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ കൊടിമരങ്ങൾ കാണാം. ആ വെയിലത്ത് ഇങ്ങനെ തിളങ്ങുക, അതിങ്ങനെ കണ്ട് തൊഴാം. പിന്നെ നൃത്താറയും മണിക്കിണറും ഒക്കെ കണ്ട് തൊഴുത് കുറൂരമ്മയും നാരദരെയും അതേപോലെ മേൽപ്പത്തൂരിനെയും വസുദേവരെയൊക്കെ കണ്ട് തൊഴുത് ഇങ്ങനെ വന്ന് നേരെ നമ്മൾ കാണുന്നത് വടക്കേ നടയിൽ കൂടെ പുറത്ത് വന്ന് പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ നിന്ന് ചന്ദനവും തീർത്തൊക്കെ വാങ്ങാം. അതിനുശേഷം എടത്തരികത്തുകാവിലെ ഭഗവതിയുടെ അടുത്തേക്ക് വരാം. ഭഗവതിയുടെ അടുത്തേക്ക് വരുമ്പോൾ തിരക്കൊന്നുമില്ല. അങ്ങനെ അവിടെ വന്ന് ഇന്നത്തെ നേരം വഴുകിക്കൊണ്ടുള്ള തിരക്കേ ഉള്ളൂ കേട്ടോ. പൂജ വഴുകിക്കൊണ്ടുള്ള തിരക്ക് മാത്രമേ ഉള്ളൂ. ശുദ്ധിയും പുണ്യാഹമൊക്കെ ആയിരുന്നു, ഞാൻ ലൈവിൽ പറഞ്ഞിരുന്നല്ലോ. അങ്ങനെ ഭഗവതിയുടെ അടുത്ത് വരുമ്പോൾ നമുക്ക് കാണാനുള്ളത് ഗോളക തന്നെയാണ്. പിന്നെ ചെറിയ ചുവപ്പ് പട്ടാണ്, പുള്ളിയുള്ള പട്ട്. പിന്നെ അതേപോലെ മാല ചാർത്തിയിട്ടുണ്ട്. കുറച്ച് അർച്ചനപ്പൂക്കളുമുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഭഗവതിയെ കണ്ട് പ്രാർത്ഥിക്കാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് ആ കോർണറിലെത്തിയാലൊന്ന് തിരിഞ്ഞ് നിൽക്കുക. വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കിയിട്ട് തിരിഞ്ഞ് നിന്ന് മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിക്കുക. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. ഒന്ന് പ്രദക്ഷിണം ചെയ്ത് നമ്മൾ വീണ്ടും ഭഗവാന്റെ കൊടിമരത്തിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. അവിടെ വന്ന് ഭഗവാനെ ഒന്നുകൂടി കാണാം. ആ കാളിയമർദ്ദന രൂപിയെ കണ്ട് തൊഴുത് നമസ്കരിച്ച് കൂത്തമ്പലത്തിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. അത് കഴിഞ്ഞ് നമ്മൾ അയ്യപ്പസ്വാമിയെ തൊഴാനായിട്ട് വരുന്നു. അങ്ങനെ അവിടെ വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ധാരാളം സ്വാമിമാരുണ്ട്. ഒക്കെ കുറേ എന്താ പറയുക, മറ്റ് ദേശങ്ങളിലുള്ള ആളുകളൊക്കെയാണ്. ധാരാളം തിരക്കുണ്ട് അതിൻ്റെ. അപ്പോൾ നമുക്ക് അയ്യപ്പസ്വാമിയെ കാണാം. കളഭാലങ്കാരമൊന്നും ഇല്ല കേട്ടോ. കിരീടം വെച്ചിട്ടുണ്ട്. കിരീടത്തിൻ്റെ മുകളിൽ ചെറിയ ഒരു ചുവന്ന പട്ട് ഇങ്ങനെ വെച്ച മാതിരി ചെറിയ ഒരു പട്ട്, കുറിയുടെ പോലെയുള്ളത്. പിന്നെ അതേപോലെ കറുത്ത പട്ട് ആണ് ഉടുപ്പിച്ചിട്ടുള്ളത്, കറുത്ത മുണ്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ചുവന്നൊരു പട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. പിന്നെ കുറച്ച് മാലകളുണ്ട്, ഒരു വലിയൊരു മാല, സ്വർണ്ണത്തിൻ്റെ മാലയുണ്ട്. അത്രയേ ഉള്ളൂ അയ്യപ്പസ്വാമിയുടെ അലങ്കാരം. അപ്പോൾ അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിക്കാം. എല്ലാവരും കൂടെ പ്രാർത്ഥിച്ചോളൂ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ അവിടെ പ്രദക്ഷിണം ചെയ്ത് വന്ന് പടിഞ്ഞാറ് നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെയും അതേപോലെ കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് നമ്മൾ നേരെ പടിഞ്ഞാറ് നടയിൽ കൂടെ പുറത്ത് വന്ന്
രുദ്രതീർത്ഥ കുളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യുക. അങ്ങനെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ ആ കാളിയമർദ്ദന രൂപി അവിടെയും കാണാം. അത് കണ്ട് തൊഴുത് നാരായണാലയത്തിൽ വന്നിട്ട് പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന ശ്രീകൃഷ്ണ വിഗ്രഹം ഒന്ന് കണ്ടു തൊഴാം. അതിനുശേഷം ഭഗവതി നടയിലും കിഴക്കേ നടയിലും വന്ന് തൊഴുത് കിഴക്കേ നടയിൽ നിന്ന് ഒന്നുകൂടി ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കി തൊഴാം. പിന്നീട് തെക്കേ നടയിലേക്ക് വന്ന് തെക്കേ നടയിലെ ആ കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യുക. പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനും പാർവതീ ദേവീനെയും മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ അവരുടെയും അനുഗ്രഹം നമുക്കുണ്ടാവും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.